ഹലോ ഗായ്സ്, ഇറാൻ അമേരിക്ക യുദ്ധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് നിങ്ങളിൽ നിന്ന് എല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇറാനെ കുറിച്ചുള്ളത് ഞാനിപ്പോൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഒരു ഒറ്റപ്പെട്ട രാജ്യം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതായത് ലോകത്തിലുള്ള സകല മുസ്ലിം രാജ്യങ്ങൾക്കും ഇറാൻ എന്ന രാജ്യത്തെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം അവിടെയുള്ളത് ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംസാണ്. അവർ മുഹമ്മദ് നബീനെ അവരുടെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നില്ല. വേറൊരു വ്യക്തിയാണ്, അലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അവരുടെ പ്രവാചകന്റെ സ്ഥാനത്തിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള പല മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഈ ഒരു ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം അവിടെയുള്ളവർ ഷിയ മുസ്ലിംസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്. എന്തായാലും ആ ഒരു സാഹോദര്യം ഇപ്പോൾ യുദ്ധം വന്ന സമയത്തിൽ ചിലപ്പോൾ ഉടലെടുത്തേക്കാം. അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ഇറാന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇറാനിൽ ആദ്യം ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. വളരെയധികം ജനസമ്മതനായ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി. അമേരിക്കയുടെ ഇടപെടൽ കാരണം അവിടുത്തെ ഒരു രാജാവിനെ പിടിച്ച് അവരുടെ താല്പര്യങ്ങൾ, അമേരിക്കയുടെ എണ്ണ വ്യാപാര താല്പര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ഒരു രാജാവിനെ ഒരു ഭരണത്തിലേക്കിട്ട് കൊണ്ടുവന്നു. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് വളരെ വലിയൊരു അട്ടിമറിയാണ്. ഇപ്പോഴുള്ള ഭരണാധികാരി അയാൾ ആ ഒരു രാജാവിനെ നാട് കടത്തുകയും അവിടെ അധികാരം കൈയാളുകയും ചെയ്തു. അത് മത തീവ്രമായ ചിന്താഗതികൾ എല്ലാം തന്നെ ഉള്ള ഒരു ആളായിരുന്നു. ആ ഒരു ആൾ അവിടെ കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുവന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം കുറച്ചധികം തന്നെ ദുസ്സഹനീയമാക്കി. പ്രത്യേകിച്ചും അവിടെയുള്ള സ്ത്രീ ജനങ്ങളുടേത്. അവിടെ ഒരൊറ്റ എൻ്റർടൈൻമെൻ്റ് ഇല്ല, സിനിമകളില്ല. അതൊക്കെ നല്ല ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അതൊക്കെ നിഷേധിച്ചു. പക്ഷേ ഇതിൽ നിന്നൊക്കെ പ്രയോജനം ലഭിച്ച ഒരു രാജ്യമുണ്ട്, അത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഇറാനിൽ നിന്നും പ്രയോജനം ലഭിക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഭരണാധികാരി, ഈ 43 കൊല്ലമായി ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഭരണത്തിൽ അസംതൃപ്തനായ അമേരിക്ക ഇറാനിൽ മേൽ ഉപരോധം ഏർപ്പെടുത്തി. എണ്ണ കച്ചവടം ഇവയ്ക്കൊക്കെ തന്നെ വിലക്കേർപ്പെടുത്തി. ഈ എണ്ണകൾ വാങ്ങാൻ പിന്നെ ആരുണ്ട്? ഇന്ത്യയുണ്ട്, പിന്നീട് നോർത്ത് കൊറിയ ഉണ്ട്. മാത്രവുമല്ല, റഷ്യക്ക് ഇഷ്ടം പോലെ എണ്ണ പാടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ റഷ്യ വാങ്ങത്തൊന്നുമില്ല. അവർക്ക് അവരുടെ തന്നെ എണ്ണ ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറാനിൽ നിന്നൊക്കെ വാങ്ങുന്നത്. ഇന്ത്യ അവരുടെ ഒരു ഉപഭോക്താവാണ്, ഇറാൻ്റെ ഒരു ഉപഭോക്താവാണ്. അതാണ് ഇസ്രായേൽ കൊണ്ട് ബോംബിട്ടപ്പോഴും തിരിച്ച് ബോംബിട്ടപ്പോഴും ഇറാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് ഇസ്രായേലിനോട് സമ്മർദ്ദം ചെലുത്തണം, ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി. ഇസ്രായേലിന് പേടിയാണ്. ഈ പേടിക്ക് കാരണമെന്ന് പറയുന്നത് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളാണ്. കാരണം ചെറിയ തിരുവനന്തപുരം ജില്ലയുടെ അത്രമാത്രം വലിപ്പമുള്ള ഇസ്രായേൽ പോലുള്ള രാജ്യത്തിൽ ഒരു അണുബോംബ് വിട്ടിട്ടാൽ അവിടെയുള്ളവരെല്ലാവരും മരിക്കും എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ അമേരിക്കയുടെ കളി ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അവർ ഇസ്രായേലിനെ സഹായിക്കണമെന്നുള്ള രീതിയിൽ ട്രംപ് ഇപ്പോൾ ഇറാനിൽ ബോംബ് കൊണ്ടിട്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പണ്ട് മുതലേ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇറാനെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട്. സദാം ഹുസൈന് ആയുധങ്ങളും മറ്റും പിൻബലമായി നൽകി ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ളൊരു ശ്രമം നടത്തിയെങ്കിൽ കൂടെ അന്നത്തെ ഇറാനിയൻ പോരാളികളുടെ യുദ്ധവീര്യത്തിന് മുന്നിലും അവിടുത്തെ ജിയോഗ്രഫി, കുന്നും മലനിരകളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ടും ഇറാന് ആധികാരികമായ ഒരു വിജയം ആ ഒരു സമയത്തിൽ കൈവരിക്കാനായി. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ, ആകാശം വഴിയുള്ള യുദ്ധം, അവയൊക്കെ തന്നെ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായാണ് ഇറാനിൽ കാണപ്പെടുന്നത്. അവിടെയുള്ള ഭൂരിഭാഗം ജനവിഭാഗങ്ങളും ഇറാൻ്റെ ഭരണകൂടത്തിന് എതിരാണ്. പക്ഷേ ഇറാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിനായാൽ വീണ്ടും ഇന്ത്യക്കാണ് പണി കിട്ടുന്നത്. കാരണം ഇന്ത്യ ഇപ്പോൾ വളരെ തുച്ഛമായ കാശ് കൊടുത്താണ് ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ലാഭം മാത്രം നോക്കിയാൽ പോരെ എന്നുള്ളൊരു ചിന്താഗതി അപ്പോൾ നമുക്കൊക്കെ തോന്നിയേക്കാം. പക്ഷേ മാനുഷികമായ പരിഗണന അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടണം എന്നത് കാര്യമാണ്. നമുക്ക് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവുന്നത് വഴി അവർക്കത് കിട്ടുമോ എന്നുള്ളൊരു കാര്യവും ചോദ്യചിഹ്നമാണ്. അമേരിക്ക കാലെടുത്ത് വെച്ച പല രാജ്യങ്ങളുടെയും അവസ്ഥ ഇപ്പോഴൊന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറാഖ് ഏതാണ്ട് ഒരു തീരുമാനമായിരിക്കുകയാണ്. ലിബിയ വളരെ നല്ല രീതിയിൽ നല്ല ഒരു ഭരണം കാഴ്ചവെച്ച രാജ്യമാണ് ലിബിയ. അവിടുത്തെ ജനങ്ങൾക്ക് ടാക്സ് ഫ്രീ, എഡ്യൂക്കേഷൻ ഫ്രീ, ഫുഡ്, ഇതൊക്കെ തന്നെ അവിടുത്തെ സർക്കാർ കൊടുത്തിരുന്നു. ഇപ്പോഴവിടെയുള്ള ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ കിടന്ന് അടിവെക്കുകയാണ്. ലിബിയ പോലൊരു രാജ്യം
അമേരിക്കയുടെ കുടലതന്ത്രങ്ങൾക്ക് ഇരയായ ഒരു രാജ്യം. അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ലിബിയയുടെ അന്നത്തെ ഭരണാധികാരി യുണൈറ്റഡ് ആഫ്രിക്കൻ നേഷൻ എന്ന് പറഞ്ഞൊരു നേഷൻ രൂപീകരിക്കാനായിട്ട് മുൻകൈയെടുത്തു. ആഫ്രിക്കയിലുള്ള ആർമീസിനെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും ആഫ്രിക്കയുടെ മൊത്തം ആ ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാനും അവിടെയുള്ള റിസോഴ്സസ് ഒക്കെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും ഇയാളുടെ നേതൃത്വത്തിൽ ഇയാളൊരു രൂപകൽപ്പന ചെയ്തു. ഇത് അമേരിക്കയ്ക്ക് പിടിച്ചില്ല. ഒരിക്കലും ആഫ്രിക്കയിലുള്ള ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കൊന്നും തന്നെ സഹിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം അവരെ ചൂഷണം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അമേരിക്കയുടെ ഈ ഒരു താല്പര്യങ്ങൾ ഇറാനിലോട്ട് വരുന്നത് വഴി ഒരിക്കലും ഇറാൻ ഒരു നല്ല ഒരു രാജ്യമായി മാറും എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം മുമ്പുള്ള അനുഭവങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ എന്തുകൊണ്ട് ഇപ്പോൾ ആളുകൾ വിലപിക്കുന്നില്ല? കാരണം അവിടെ ഇതിനേക്കാളും മോശമാണ് ജനങ്ങളുടെ അവസ്ഥ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പോയിട്ട് സ്വാതന്ത്ര്യത്തിലെ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ളത്. അവിടുത്തെ താലിബാൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അഫ്ഗാനിസ്ഥാൻ. അമേരിക്ക എന്തുകൊണ്ട് പിൻവാങ്ങി? അമേരിക്കയുടെ കാര്യങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാനിൽ അവസാനിച്ചിരിക്കുന്നു. അവരവിടെ നിന്ന് ചൂഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം അഫ്ഗാനിസ്ഥാനെ ചൂഷണം ചെയ്തു. അവിടുത്തെ വജ്രഖനികളിൽ അവർക്ക് കിട്ടാവുന്നത്രോളം വജ്രങ്ങളെല്ലാം കുഴിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അഫ്ഗാനിസ്ഥാനിൽ ഒന്നും മിച്ചമില്ല. അവിടെ നിന്നിട്ടും കാര്യമില്ല. അവരെല്ലാം പെട്ടിയും കിടക്കി എണീച്ച് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി. ഇപ്പോൾ വീണ്ടും ആ ഒരു ഭരണകൂടം, താലിബാൻ ഭരണകൂടം കൈയേറ്റ് അഫ്ഗാനിസ്ഥാനെ വീണ്ടും പഴയപടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് തന്നെയാവും ഇറാൻ്റെയും അവസ്ഥ. അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് യാതൊരു രാജ്യവും ഇതുപോലെ രക്ഷപ്പെടുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. എണ്ണ പാടങ്ങൾ ചിലപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലായേക്കാം. അതുകൊണ്ട് നഷ്ടം ഇന്ത്യക്ക് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്താണ് ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ? ഇതൊന്ന് വിലയിരുത്തുക.